കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 31 സംഗ്രഹം. പ്രചേതസ്സുകളുടെ മുക്തി. കുറച്ചുകാലത്തെ രാജ്യഭരണത്തിന് ശേഷം പ്രചേതസ്സുകൾ ഭഗവാന്റെ വാക്കിനെ ഓർമ്മിച്ചു. പത്നിയെ പുത്രനെ ഏൽപ്പിച്ച് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി തപസ്സിനായി പടിഞ്ഞാറേ സമുദ്രതീരത്തിലേക്ക് പുറപ്പെട്ടു. ജാതിലി മഹർഷി സിദ്ധനായിത്തീർന്ന ഒരു പുണ്യസ്ഥലമുണ്ട്. അവിടെ എത്തിച്ചേർന്ന പ്രചേതസ്സുകൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി പത്മാസനത്തിൽ ഉറച്ചിരുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു. അങ്ങനെ തപസ് ചെയ്യുന്ന അവരെ നാരദ മഹർഷി കണ്ടു. ദേവന്മാരാലും അസുരന്മാരാലും ബഹുമാന്യനാണല്ലോ നാരദ മഹർഷി. അദ്ദേഹത്തെ കണ്ട ഉടനെ പ്രചേതസ്സുകൾ 10 പേരും എഴുന്നേറ്റ് നമസ്കരിച്ചു. വിധി പോലെ പൂജിച്ച് ശ്രേഷ്ഠമായ ഒരു ഇരിപ്പിടത്തിലിരുത്തി. പ്രചേതസ്സുകൾ ആദരവോടെ പറഞ്ഞു, ദേവർഷയെ അങ്ങയ്ക്ക് സ്വാഗതം. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് അങ്ങയെ കാണാൻ കഴിഞ്ഞത്. സൂര്യൻ ഇരുട്ടകറ്റാനായിട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. അതുപോലെ ജീവന്മാരുടെ ഭയം അകറ്റാനായിട്ടാണ് അങ്ങയുടെ സഞ്ചാരം. ഞങ്ങൾക്ക് പരമശിവനും വിഷ്ണു ഭഗവാനും ജ്ഞാനോപദേശം ചെയ്തിരുന്നു. കുറേ കാലത്തെ ഗൃഹസ്ഥ ജീവിതം കൊണ്ട് ആ ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ പരമാർത്ഥ തത്വത്തിൻ്റെ സാക്ഷാത്കാരത്തിന് പ്രയോജനകരമായിരിക്കുന്ന ആ അധ്യാത്മജ്ഞാനത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും ആ ജ്ഞാനത്താൽ കടക്കാൻ പ്രയാസമായ സംസാര സമുദ്രത്തെ ഞങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും. ഇങ്ങനെ ആ പ്രചേതസ്സുകൾ അപേക്ഷിച്ചപ്പോൾ നാരദ മഹർഷി ഭഗവാനിൽ ആവേശിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് അവരോട് പറഞ്ഞു, ഈ ലോകത്തിൽ ജന്മം, കർമ്മം, ദീർഘായുസ്, മനസ്സ്, വാക്ക് ഇവ കൊണ്ട് മനുഷ്യർക്ക് സാധിക്കേണ്ട പരമപ്രയോജനം സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ സേവിക്കാൻ സാധിക്കുക എന്നതാണ്. അതിനു കഴിയുന്നതാണ് ആ ജന്മസാഫല്യം. ഭഗവത് പ്രീതിക്ക് ഉതകുന്നവയാണ് ആ യഥാർത്ഥ കർമ്മങ്ങൾ. ദീർഘായുസ് കൊണ്ട് സാധിക്കേണ്ടതും ഭഗവത് പ്രീതി തന്നെ. മനസ്സുകൊണ്ട് സാധിക്കേണ്ടത് ഭഗവത് സ്മരണയാണ്. ശ്രേഷ്ഠരായിരിക്കുന്ന മാതാപിതാക്കളിൽ നിന്നും ഉള്ള ജനനം, ഉപനയന സംസ്കാരം, യജ്ഞദീക്ഷ ഇവ കൊണ്ടും വൈദിക കർമ്മങ്ങൾ കൊണ്ടും ദീർഘായുസ് കൊണ്ടും വലിയ പ്രയോജനം ഒന്നും ഇല്ല. ശാസ്ത്രജ്ഞാനം, തപസ്, വാക്ചാതുര്യം, പലതും ഓർമ്മിക്കാനുള്ള മനഃശക്തി, അസാധാരണ ബുദ്ധിസാമർഥ്യം, ശരീരബലം, ഇന്ദ്രിയശക്തി, യോഗം, സാഖ്യം, സന്യാസം, വേദാധ്യയനം, ശ്രേയസ്കരമായിരിക്കുന്ന ഇവ കൊണ്ടെല്ലാം സാധിക്കേണ്ടത് ഈശ്വര സാക്ഷാത്കാരമാണ്. അത് സാധിച്ചില്ലെങ്കിൽ ഇവയെല്ലാം വ്യർത്ഥം തന്നെ. എല്ലാവിധ ശ്രേയസ്സുകളുടെയും പരമലക്ഷ്യം ആത്മാവാണ്. വൃക്ഷത്തിൻ്റെ കടക്കിൽ നനച്ചാൽ അതിൻ്റെ തടിയും കൊമ്പുകളും പുഷ്ടി പ്രാപിക്കുന്നില്ലേ? പ്രാണനെ ആഹാരം കൊണ്ട് തൃപ്തിപ്പെടുത്തിയാൽ പ്രാണശക്തി ശരീരത്തിൽ എല്ലാ ദിക്കിലും എത്തിച്ചേരുന്നില്ലേ? അതുപോലെ ആത്മാവായിരിക്കുന്ന ഭഗവാനെ ആരാധിച്ചാൽ എല്ലാ ദേവന്മാരെയും ആരാധിച്ച ഫലമാണ്. സൂര്യനിൽ നിന്ന് വെള്ളം മഴയായി താഴോട്ട് പോരുന്നു. വേനൽക്കാലത്ത് നീരാവിയായി ജലം സൂര്യനിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നു. സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായിരിക്കുന്ന സകല ജീവജാലങ്ങളും ഭൂമിയിൽ നിന്നും ഉണ്ടായി ഭൂമിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അതുപോലെയാണ് പരമാത്മാവായിരിക്കുന്ന ഭഗവാനിൽ നിന്നും സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ പ്രവാഹം ഉണ്ടാവുന്നതും ഭഗവാനിൽ തന്നെ ലയിക്കുന്നതും. ഈ പ്രപഞ്ചം ഭഗവാന്റെ രൂപഭേദം തന്നെയാണ്. പ്രപഞ്ചം ചിലപ്പോൾ പ്രകടമായി തീരുന്നു, ചിലപ്പോൾ മറഞ്ഞും പോകുന്നു. സൂര്യനും പ്രഭയും എന്ന പോലെ ഭഗവാനും വിശ്വവും ഒന്നു തന്നെ. ജാഗ്രത അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ സുഷുപ്തിയിൽ ലയിക്കുന്നില്ലേ? അതുപോലെ സൃഷ്ടികാലത്ത് പ്രപഞ്ചം പരമാത്മാവായിരിക്കുന്ന ഭഗവാനിൽ നിന്നും പ്രകടമായിത്തീരുന്നു. പ്രളയകാലത്ത് പരമാത്മാവിൽ ലയിക്കുകയും ചെയ്യുന്നു. പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയ്ക്കും അവ കൊണ്ട് തോന്നപ്പെടുന്ന ആ ഭേദഭ്രമത്തിനും ഭഗവാൻ കാരണമായി തീരുന്നില്ല. ആകാശത്തിൽ ചിലപ്പോൾ ഇരുട്ടും ചിലപ്പോൾ മേഘങ്ങളും മറ്റു ചിലപ്പോൾ പ്രകാശവും ഉണ്ടാകുന്നു. എന്നാൽ അവ കൊണ്ട് ആകാശം ബാധിക്കപ്പെടുകയില്ല. അതുപോലെയാണ് പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനിൽ തമസ്, രജസ്, സത്വം എന്നീ 3 ഗുണങ്ങളുടെ പ്രവാഹം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 3 ഗുണങ്ങളും ആത്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ ബാധിക്കുന്നില്ല. എല്ലാ ശരീരങ്ങളിലും നിൽക്കുന്ന ആ ജീവചൈതന്യമായും ജഗത്തിൻ്റെ കാരണമായ ശക്തിയായും ഉപാദാന കാരണമായ മൂലപ്രകൃതിയായും കർത്താവായ പുരുഷനായും സത്വാദി ഗുണങ്ങളുടെ പ്രവാഹത്തെ തള്ളിക്കളയുന്നവനായും വിളങ്ങുന്ന ആ സർവേശ്വരനെ തന്നിൽ നിന്നും അഭിന്നമായി കണ്ട് ഭജിക്കുവിൻ. സർവ്വജീവജാലങ്ങളിലും കാരുണ്യത്തെ വളർത്തൽ, യാദൃച്ഛികമായി കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കൽ, എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കൽ എന്നീ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. പുത്രനിലും ധനത്തിലും കീർത്തിയിലുമുള്ള ആസക്തിയാണ് ഏഷണകൾ. അവ നശിച്ചാൽ അന്ധകരണം ശുദ്ധമായി തീരും. നിർമ്മലമായ മനസ്സിൽ ഭക്തി വർദ്ധിച്ചു വരും. പിന്നീട് ആ ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ ഒരിക്കലും വിട്ടുപോവില്ല. നിർധനന്മാരും ആത്മരൂപിയുമായിരിക്കുന്ന ഭഗവാനെ മാത്രം ധനമായി കാണുന്നവരും ആയ ഭക്തന്മാരെ സ്നേഹിക്കുന്നവനാണ് ഭഗവാൻ.
വിദ്യാഭ്യാസം, കുടുംബമഹിമ, സമ്പത്ത് എന്നിവയുടെ ബലം കൊണ്ട് പാവങ്ങളെ ദ്രോഹിക്കുന്ന ദുർബുദ്ധികളുടെ പൂജയെ അത് എത്ര തന്നെ വിഭവസമൃദ്ധമായാലും ഭഗവാൻ സ്വീകരിക്കുകയില്ല. അവിടുന്ന് സ്വരൂപാനന്ദം കൊണ്ട് തന്നെ പൂർണ്ണനാണ്. അതിനാൽ ഭഗവാന് മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ല. നിരന്തരം തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്മി ദേവിയെയും ധനത്തെ ആഗ്രഹിക്കുന്ന രാജാക്കന്മാരെയും ദേവന്മാരെയും ഭഗവാൻ ഭക്തന്മാരെ എന്ന പോലെ സ്നേഹിക്കുന്നില്ല. ഭഗവാൻ ഭക്തന്മാർക്ക് അധീനനാണ്. അങ്ങനെയുള്ള കരുണാമയനായിരിക്കുന്ന ഭഗവാന് ഉപകാരസ്മരണയുള്ള ആർക്കാണ് മറക്കാൻ തോന്നുക? പ്രചേതസ്സുകൾക്ക് ഇപ്രകാരം ഉപദേശിച്ച ശേഷം ഭക്തി വളരാനായിട്ട് നാരദ മഹർഷി ധ്രുവചരിതവും മറ്റു കഥകളും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞ് നാരദ മഹർഷി ബ്രഹ്മലോകത്തിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹം ഉപദേശിച്ച പോലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്തി പ്രചേതസ്സുകൾ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. പ്രചേതസ്സുകളും നാരദ മഹർഷിയും തമ്മിൽ നടന്ന സംവാദം അങ്ങ് ചോദിച്ചതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മൈത്രേയ മഹർഷി വിതുരനോടുള്ള ഉപദേശം ഉപസംഹരിച്ചു. എല്ലാവരും സുഖത്തിന് വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നാൽ അവർക്ക് ദുഃഖനിവൃത്തിയോ സുഖപ്രാപ്തിയോ ഉണ്ടാവുന്നില്ല. അതിനെന്താണ് കാരണം എന്നാണ് വിതുരൻ മൈത്രേയനോട് ചോദിച്ചത്. കർമ്മം കൊണ്ട് സുഖം കിട്ടില്ല. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തി ആത്മസ്വരൂപത്തെ അറിഞ്ഞു പ്രാപിക്കലാണ് ദുഃഖനിവൃത്തിക്കും സുഖപ്രാപ്തിക്കുമുള്ള അനുഷ്ഠാനം എന്നാണ് മൈത്രേയ മഹർഷി തൃതീയ ചതുർത്ഥ സ്കന്ധങ്ങളിലൂടെ വിതുരന് പറഞ്ഞു കൊടുത്തത്. ആദ്യം ഭക്തിയാണ് ഉണ്ടാവേണ്ടത്. ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുന്നു. ഇങ്ങനെ ആ മനുവിൻ്റെ പുത്രനായിരിക്കുന്ന ഉത്താനപാദൻ്റെ ചരിത്രം ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നു. ഇനി പ്രിയവ്രതൻ്റെ ചരിത്രം പറയാം. പ്രിയവ്രതൻ നാരദ മഹർഷിയുടെ ആ ജ്ഞാനോപദേശം സ്വീകരിച്ച് ആത്മാരാമനായി തീർന്ന് പിന്നീട് അദ്ദേഹം കുറേ കാലം രാജ്യം ഭരിച്ച അവസാനം രാജ്യം ഭാരം പുത്രന്മാരെ ഏൽപ്പിച്ച് മുക്തനായി തീരുകയും ചെയ്തു. മൈത്രേയ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ഭഗവത് കഥകളെ കേട്ട് വിതുരന് ഭഗവാനിൽ ഉറച്ച ഭക്തിയുണ്ടായി. അദ്ദേഹം ആനന്ദ കണ്ണീരോടെ മൈത്രേയ മഹർഷിയുടെ കാലത്തിൽ നമസ്കരിച്ചു. അദ്ദേഹത്തോട് തൊടുകയോടെ പറഞ്ഞു, മഹായോഗിയായ മഹർഷേ, പരിത്യാഗികളായിരിക്കുന്ന സാധുക്കളുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന ഭഗവാനിലേക്കുള്ള വഴി അങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്നുവല്ലോ. അങ്ങനെ അജ്ഞാനാന്ധകാരത്തിൻ്റെ മറുകരയിലേക്കുള്ള മാർഗം അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. ഇനി എനിക്കൊന്നും അറിയേണ്ടതായിട്ടില്ല. ഞാൻ കൃതാർത്ഥനായി തീർന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് മൈത്രേയ മഹർഷിയെ നമസ്കരിച്ച് ആ വിതുരൻ ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി. പരീക്ഷിത് രാജാവേ, ഭഗവാനിൽ മനസ്സുറപ്പിച്ച ഈ രാജാക്കന്മാരുടെ ചരിത്രത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് ദീർഘായുസ്സും സമ്പത്തും കീർത്തിയും സൗഖ്യവും സദ്ഗതിയും ഈശ്വര സായുജ്യവും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ശുക ബ്രഹ്മർഷി ആ ചതുർത്ഥ സ്കന്ധത്തെ ഉപസംഹരിക്കുന്നത്. ശ്രീഹരേ.